ആധ്യാത്മികതയെയും വേർതിരിച്ചു കാണാൻ കഴിയണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇത്രയും മനോഹരമായൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നിങ്ങളെവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഒരു കരയോഗം ഉണ്ടാകുകയും അതിനൊരു കരയോഗ മന്ദിരം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മഹാനായ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്തിരുന്നത് ആ പ്രദേശത്തെ നായർ സമുദായങ്ങളുടെ ഒരു കൂട്ടായ്മയോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും ആ പ്രദേശത്തെ മറ്റിതര സമുദായത്തിൽപ്പെട്ടവരടക്കമുള്ള വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി കൂടിയാലോചനകൾ നടത്തുവാനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും വേണ്ടിയാണ് ആചാര്യൻ കരയോഗങ്ങൾ ഉണ്ടാകുകയും ആ കരയോഗങ്ങൾക്ക് ഒരു മന്ദിരം ഉണ്ടാകുകയും ചെയ്യണം എന്നാഗ്രഹിച്ചത്. അങ്ങനെ മിക്കവാറും കേരളത്തിലെ എല്ലാ കരയോഗങ്ങൾക്കും ഇന്ന് മന്ദിരങ്ങളുണ്ട്. ആ മന്ദിരങ്ങൾ എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഇരിപ്പിടമല്ല. ആ കരയോഗങ്ങളിൽ ചേരുന്ന യോഗങ്ങളിൽ സമൂഹത്തിൻ്റെ നന്മ അതുണ്ടാകണം എന്നാണ് ആചാര്യൻ നമ്മളെ പഠിപ്പിച്ചത്. പൊയ്ക്കാട്ടുശ്ശേരി NSS കരയോഗത്തിന്റെ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ ദൈവവിശ്വാസിയും അതേസമയം തന്നെ ഏറ്റവും അന്ധവിശ്വാസത്തെ എതിർക്കുകയും ചെയ്തിരുന്ന മഹാനായ നേതാവായിരുന്നു മന്നത്ത് ആചാര്യൻ. അദ്ദേഹം നായർ സമുദായത്തെ പല തട്ടുകളിലായി പിരിഞ്ഞു നിന്ന നായർ സമുദായത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. പൊന്നുകൊണ്ട് തീർത്ത ഒരു കുടയുടെ കീഴിൽ, നായർ സർവീസ് സൊസൈറ്റി എന്നൊരു കുടയുടെ കീഴിൽ അദ്ദേഹം നമ്മളെ ഒന്നിപ്പിച്ചു. ഭിന്നിച്ചു നിന്നവരെ ഒന്നിച്ചു ചേർക്കാൻ കരുത്തുള്ള നേതാവായിരുന്നു അദ്ദേഹം. നായർ സമുദായത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവരെല്ലാം പ്രമാണിമാരായി. എല്ലാവരും സമ്പന്നരും കർഷകരും ജന്മിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമുദായത്തെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഒന്നിച്ചു നിർത്തി അവരുടെ നേതാവാകാൻ അദ്ദേഹത്തെ അംഗീകരിപ്പിക്കാൻ. നമ്മൾ നായർ സമുദായത്തെ പറ്റി പറയും, നായർ സമുദായത്തിൽ പറ മാത്രമേ ഉള്ളൂ, ചങ്ങഴിയില്ല എന്ന് പറയും നമ്മുടെ നാട്ടിൽ. പറ എന്ന് പറഞ്ഞാൽ വലിയ അളവാണ്, അത് പിന്നെ വേറെ ഒന്നിലും ഇറങ്ങില്ല. ചങ്ങഴിയാണെങ്കിൽ വേണമെങ്കിൽ പറയ്ക്കകത്തോട്ട് ഇറക്കി വെച്ചിട്ട് കൊണ്ടുപോകാം, പക്ഷേ ഈ ചങ്ങഴിയില്ല, പറ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള സമുദായത്തിൽ മന്നത്ത് ആചാര്യൻ നമ്മുടെ എല്ലാം പൂർവികന്മാരുടെ കരുത്തുറ്റ നേതാവായി പ്രവർത്തിച്ചു. സമൂഹത്തിലെ അനാചാരങ്ങളെ തൂത്തെറിയാൻ തന്റെ ഇടത്തോടെ രംഗത്ത് വന്നയാളാണ് മന്നത്തു പത്മനാഭൻ. അതുകൊണ്ട് തന്നെ മന്നത്തു പത്മനാഭനെ ജാതീയവാദിയായി ഒരിക്കലും വിലയിരുത്തുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ കൃത്യമായി അനുസരിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കാനും സമുദായത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഭാരത കേസരി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. മൃഗരാജാവാര് എന്ന് ചോദിച്ചാൽ സിംഹം. ഭാരതത്തിൻ്റെ ഏറ്റവും ധീരനായ ഗർജിക്കുന്ന സിംഹമായിരുന്നു മന്നത്ത് ആചാര്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും ഇന്ത്യ ഭരിച്ചവരും കേരളം ഭരിച്ചവരും എല്ലാം ബഹുമാനത്തോടെ കണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. രാജ്യം ഭരിച്ചിരുന്ന മഹാറാണിയും ബ്രിട്ടീഷുകാരും വരെ ആദരവോടെ കണ്ടിരുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹം. ഈ രാജ്യം പകർത്തുകൊണ്ടുവന്ന ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ശ്രീ രഘുനാഥ് കരയോഗം പ്രസിഡന്റിനോട് ചോദിച്ചു, ക്ഷേത്രം ട്രസ്റ്റിനെ പറ്റി ഞാൻ ചോദിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് പോലും കയറി പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുക്കുന്ന ദേവിയുടെ ക്ഷേത്രമാണ്. അനുഗ്രഹം തേടി അനേകം ഇതര മതസ്ഥരും ഇവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മുടെ ആചാര്യൻ്റെ മഹത്വം. ഒരു കാലത്ത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും കയറി തൊഴാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിസരത്തുകൂടി നടന്നു പോകാൻ പോലും ദളിതർക്കും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും അനുവാദമില്ലായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹിന്ദുക്കളെ തന്നെ പല തട്ടുകളായി നിർത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ക്ഷേത്രത്തിനകത്തെ ആചാരങ്ങൾ കാണാൻ, ഭഗവാനെ ദർശിക്കാൻ, ദേവിയെ ദർശിക്കാൻ മനുഷ്യരായി ജനിച്ച, ഹിന്ദുവായി ജനിച്ചിട്ട് പോലും അർഹതയില്ലാത്തൊരു കാലഘട്ടത്തിൽ വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മഹാത്മാഗാന്ധി, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാനായ മഹാത്മജി വരെ കേരളത്തിൽ വന്നു.
മന്നത്തു പത്മനാഭന്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ട് ഇതര സമുദായങ്ങൾക്കു കൂടി ഹിതകരമാകുന്ന കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകണം. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മളെ ദൈവം ഏൽപ്പിച്ച കർമ്മമാണ്. അതിൽ ഭയം നോടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിൽ ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ദൈവം, രൂപങ്ങളില്ലാത്ത ദൈവം നമുക്കുണ്ട്. ഇവിടെ പലരും പറയും, പല കാര്യങ്ങളും പറഞ്ഞ് തർക്കിക്കാറുണ്ട്, മതത്തെക്കുറിച്ച് തർക്കിക്കാറുണ്ട്. ഹിന്ദുക്കൾ പറയുന്നു പരമാത്മാവ്, എല്ലാം പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആദിയിൽ ഒരു സ്ഫോടനം ഉണ്ടായതാണ്, അവിടെ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് സയൻസും പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി, ആ ശക്തിയെക്കുറിച്ചാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളും യഹൂദന്മാരും പറയുന്ന യഹോവ എന്ന് പറയുന്ന അതാണ്. നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്ന, നമ്മൾ കണ്ടിട്ടില്ലാത്ത പരബ്രഹ്മം എന്ന് പറയുന്നത്, പരബ്രഹ്മം നിർഗുണ പരബ്രഹ്മം എന്നാണ്. അതായത് മണമില്ല, രുചിയില്ല, കാണാൻ പറ്റൂല, ഒന്നുമില്ല, നിർഗുണ പരബ്രഹ്മം. പരബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അല്ലാഹുവിനെ കാണാൻ പറ്റില്ല, ചിത്രമില്ല, യഹോവയെ കാണാൻ പറ്റില്ല, ആരും കണ്ടിട്ടില്ല. ആ ശക്തി പ്രപഞ്ച ശക്തിയാണ് എന്ന് എല്ലാ മതങ്ങളും പറയുന്നു. ലഹരിയടിച്ച് മയങ്ങേണ്ടവരായല്ല, മറിച്ച് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് അത് ലഹരിയായി ആസ്വദിക്കുന്നവരായാണ് യുവതലമുറ മാറേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ചെയ്യണം എന്ന സിൻസിയറായിട്ടുള്ള ആഗ്രഹത്തിന് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. പ്രകൃതിയുടെ ദൈവമാണ്. നമ്മൾ എന്താണോ നല്ല പ്രവൃത്തികൾ ആഗ്രഹിക്കുന്നു, അതിന് ദൈവത്തിൻ്റെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം. അതാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഈ ജനുവരി 15 ശേഷം ഈ കുറഞ്ഞ സമയത്തിനും ഇത്രയും ഒരു വലിയ പദ്ധതി നടപ്പിലാക്കാൻ, ഒരു നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, ഇതൊക്കെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ്. പ്രകൃതിയാണ് ദൈവം. ആ ഒരു ശക്തി നമുക്കെല്ലാം അനുകൂലമായിട്ട് വരും. അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. ആ പ്രകൃതിയുടെ അനുവാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയാണ് ആരാധിച്ചിരുന്നാലും, മഴയെ ആരാധിച്ചിരുന്നു, പർവ്വതങ്ങളെ ആരാധിച്ചിരുന്നു, മലകളെയും കടലിനെയും ഒക്കെ ആരാധിച്ചിരുന്നു. പ്രകൃതിയാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര മനോഹരമായ ഒരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിനുള്ള ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഞാൻ വരാം. അദ്ദേഹം പറയാതെ ഞാൻ പ്രോഗ്രാമുകൾക്ക് പോകത്തില്ല. അദ്ദേഹമാണ് ഇതിൻ്റെ നേതാവ്. എല്ലാമായ ഇതിൻ്റെ കരുത്തും ഇതിൻ്റെ ഒരേ ഒരു നേതാവ് നായർ സർവീസ് സൊസൈറ്റി അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവർ വളരെ ആഗ്രഹത്തോടെ വിളിക്കുകയാണ്, സമയമുണ്ടെങ്കിൽ ഒന്ന് പോകുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം, എന്നെ ഇവിടെ പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിക്കണമെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും ആഗ്രഹത്തോടെ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് ഒരുപാട് നല്ല പദ്ധതികൾ ഇവിടെ തുടങ്ങാനും, ആ പദ്ധതികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ സംസ്ഥാനത്തെ മുഴുവൻ കരയോഗങ്ങൾക്കും അനുകരിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ തുടങ്ങാൻ നിങ്ങൾക്ക് ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ടും ഈ പദ്ധതിയുടെയും ഇൻഷുറൻസ് പദ്ധതിയുടെയും അതുപോലെ ഈ വെബ്സൈറ്റിൻ്റെയും ഉദ്ഘാടനം ദൈവനാമത്തിൽ മന്നത്ത് ആചാര്യൻ്റെ അനുഗ്രഹത്തോടെ, അതിലുപരിയായി ജനറൽ സെക്രട്ടറിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ചടങ്ങിൽ NSS ഡയറക്ടർ ബോർഡ് അംഗം AN വിപിനേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗ പ്രവർത്തകന് അല്ലെങ്കിൽ കരയോഗ പ്രവർത്തകർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ബഹുമാനായ ശ്രീ RV രഘുനാഥനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാനും മിടുക്കനാണ്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനും അദ്ദേഹത്തിന് അധികം താമസമൊന്നും വേണ്ട എന്നുള്ളത് എന്നെ പോലെയുള്ളവർക്ക് ഈ കരയോഗത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒന്നുകൂടി ബലം വരികയാണ് ഇതുപോലെയുള്ള പ്രവർത്തകര് ഇതിൻ്റെ ഭാരവാഹികളായിട്ട് എത്തുന്നത് മൂലം. പൊക്കാടിശ്ശേരി കരയോഗം ആലുവ യൂണിയന്റെ അല്ല, കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് കയറുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഉദ്ഘാടകന്റെ സാന്നിധ്യം, ഒരു ഭരണസമിതി കൃത്യം 5 മാസം കൊണ്ട് ഇത്രമാത്രം ആഴമുള്ള പദ്ധതികൾ, അത് ഇൻഷുറൻസിന്റെ ആയാലും ഇത്രയും ജനക്ഷേമകരമായ ഒരു പദ്ധതി, അതുപോലെ തന്നെ വെബ്സൈറ്റ് രൂപീകരണമായാലും ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു പരിപാടി. മന്നത്ത് പത്മനാഭൻ തെളിച്ച അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് ദൈവവാക്ക് തുല്യം
പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ്. നമ്മൾ പി വി വിജയകുമാർ, ആർ സുരേഷ് ബാബു, ആർ വി രഘുനാഥ്, ആർ നായർ, ജ്യോതിഷ് കുമാർ പഞ്ചവടി, ഡോക്ടർ അഭിജിത് രഘുനാഥ്, പി നാരായണൻ നായർ, ജയ ടീച്ചർ, പി എസ് വിശ്വംഭരൻ, പി എസ് വിജയലക്ഷ്മി, വി ജി രാജഗോപാൽ, ഇ ആർ രഞ്ജു കൃഷ്ണൻ, ജയകുമാർ പെരുമ്പിള്ളി, ഇ ബി ഗണേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി. ഉത്കണ്ഠയോടെയാണ് വന്നത്. പ്രത്യേകിച്ച് ഒരു നമ്മൾ കൂടുതലും കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇതുപോലെയുള്ള NSS പോലെയുള്ള ഒരു കരയോഗത്തിന് വേണ്ടി ഒരു വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്താണ് ഇവർക്ക് വേണ്ടത് എന്നുള്ളത്. ഒരു കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ വേണ്ടത്, അത് സൂക്ഷിച്ചു വെക്കുന്നത്, റെക്കോർഡിക്കലാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിട്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് സംസാരിക്കാം. നമ്മളിപ്പോൾ കാണുന്നതാണ് വെബ്സൈറ്റിൻ്റെ ഏറ്റവും ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പേജാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ NSS കരയോഗത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രൂപയുടെ അപകടം മൂലം ഉണ്ടാകുന്ന മരണം അതിന്റെ ലീഗൽ കെയറിന് കൊടുക്കും. 2 ലക്ഷം രൂപ പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റിക്ക് കൊടുക്കും. 1 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ്, അതാണ് അതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. 1 ലക്ഷം രൂപ ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ് കിട്ടും. അതിപ്പോ ആക്സിഡന്റ് എങ്ങനെയാണ്? അത് ഫെബ്രുവരി 19-ാം തീയതി നടപ്പായി കഴിഞ്ഞു. ഈ സമിതി കമ്മിറ്റി നിലവിൽ വരുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. അംഗീകാരം കിട്ടുന്നത് ജാനുവരി 15-ാം തീയതിയാണ്. ഫെബ്രുവരി 19-ാം തീയതി ഈ പദ്ധതി നടപ്പിലായി. 1 രൂപ പോലും കരയോഗങ്ങളിൽ നിന്നും പ്രീമിയം പിരിച്ചെടുത്തിട്ടില്ല. കരയോഗത്തിന്റെ ഫണ്ടും ഉപയോഗിക്കാതെ ഭരണസമിതി തനതായ രീതിയിലാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സ്ഥായിയായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് ഈ പദ്ധതിയുടെ വിശേഷത. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കുടുംബ സർവേ നടത്തിയിരുന്നു. ആ സർവേയിൽ നിന്നാണ് 427 സർവേ ഇതിനു വേണ്ടി മാത്രമല്ല. പക്ഷെ എവിടെയാണെങ്കിലും പ്രസ്ഥാനത്തിനെതിരെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ആചാര്യന്റെ കാലത്ത് മുതൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തിയതാണെങ്കിൽ മനുഷ്യന് അംഗീകാരം മേടിച്ചു തരും. കാരണം എത്ര സത്യസന്ധമായി ഒരു പൊതുയോഗത്തിന്റെ സമ്മതത്തോടുകൂടി ഇങ്ങനെയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടയക്കുക, ഇവരെല്ലാം സംഘടനയിൽ ഉള്ള വ്യക്തികളായിരിക്കും. താലിബുണിയിലും ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഈ ഭരണസമിതി ശ്രീ വീരേന്ദ്രകുമാർ നേതൃത്വം ഭരണസമിതി 5-ാമത് അധികാരത്തിലേക്ക് അന്നും എതിരെ മത്സരിക്കുന്ന ഒരു കരയോഗത്തിൽ ഒരാളുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ പരമാവധി പരിശ്രമം നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു. താലിബുണിൽ ഭയങ്കരമായ നഷ്ടത്തിലാണ്, കടത്തിലാണ്, ഇവിടെ ഭയങ്കരമായ അഴിമതിയാണ് ഒക്കെ നടത്തുന്നതിന് സത്യസന്ധമില്ലാത്ത പ്രസ്താവനകൾ കാണാനും അതിൻ്റെ ഭാഗമാക്കാനും സാധിച്ചു എന്നതിൽ ഈ സുദിനം എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരു പ്രധാന ദിനമായി മാറട്ടെ. അതിനുവേണ്ടി പ്രയത്നിച്ച ഈ കരയോഗത്തിലെ പ്രമുഖ വ്യക്തികളെ ഞാൻ രവിചന്ദ്രനും പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെയേറെ ഏത് മേഖലയിൽ ചെന്നാലും അവിടെ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് അതിൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പല ക്രമീകരണങ്ങളും വരുത്തി അതിന് ചിട്ടയായ രീതികളുണ്ടാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ കൂടി ഈ കരയോഗത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞതിൽ ആലുവ താലൂക്കിനെ ഭരണസമിതി എന്ന നിലയിൽ അഭിമാനിക്കുകയും തൊട്ടടുത്തുള്ള ഒരു ചെറിയ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും ക്ഷണിച്ചതിൽ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുഴുവൻ പ്രോഗ്രാമിനും എല്ലാവിധ ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.